ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ മേഖല സമരച്ചൂടിൽ, എസ്റ്റേറ്റുകളിൽ സമരം തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ.
കിഴക്കൻ മേഖലയിൽ കാട്ടാനയുടെ സംഹാര താണ്ഡവം. ആര്യങ്കാവിൽ കാട്ടാനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. തെന്മല ഇക്കോ ടൂറിസം ബോട്ട് വാച്ചറുടെ ഇരുചക്ര വാഹനം കാട്ടാന തകർത്തു. പുനലൂർ MLA-ക്കെതിരെ ആഞ്ഞടിച്ച് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. തെന്മലയിലെ ജനങ്ങളോട് MLA-ക്ക് ശത്രുതാ മനോഭാവമെന്നും ശശിധരൻ. കേരള കോൺഗ്രസ് BA പരിഹസിച്ച് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഉപ്പുവച്ച കലം പോലെയെന്നും മന്ത്രി. കിഴക്കൻ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. ആര്യങ്കാവ് സ്വദേശി തോമസ് എബ്രഹാമാണ് വ്യാഴാഴ്ച കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചത്. ആര്യങ്കാവ് 6 ഏക്കർ പുത്തൻ വീട്ടിൽ തോമസ് എബ്രഹാമാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. 44 വയസ്സുള്ള തോമസ് എബ്രഹാം ആര്യങ്കാവ് കുളിർകാട് സ്വകാര്യ എസ്റ്റേറ്റിലെ വാച്ചറായിരുന്നു. കഴിഞ്ഞ ദിവസം പതിവുപോലെ ജോലിക്ക് പോയ തോമസ് തിരികെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുളിർകാട്ടിൽ ആനയുടെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻപ് മാമ്പഴത്തറയിൽ കാട്ടാനയുടെ കുത്തേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിയുന്നത്. തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീട് നടക്കും. ലിസിയാണ് ഭാര്യ. റോബിൻ, ജിഷ എന്നിവർ മക്കളാണ്. ലൈവ് വാർത്ത തെന്മല. ഇക്കോ ടൂറിസം മേഖലയിലും കാട്ടാനയുടെ പരാക്രമം. നൈറ്റ് വാച്ചറുടെ ബൈക്ക് കാട്ടാന തകർത്തു. വന്യമൃഗങ്ങളെ കൊണ്ട് പൊതുജനങ്ങൾക്ക് മാത്രമല്ല ഒടുവിൽ വനപാലകർക്കും കിട്ടി പണി. തെന്മല ഇക്കോ ടൂറിസം ബോട്ട് വാച്ചറുടെ ഇരുചക്ര വാഹനം കാട്ടാന തകർത്തതാണ് സംഭവം. ബോട്ട് വാച്ചർ രവികുമാർ എന്ന രാജയുടെ പാഷൻ പ്ലസ് ബൈക്കാണ് ആന തകർത്തത്. കഴിഞ്ഞ ദിവസം പതിവ് പോലെ രാത്രി ബോട്ടിന് കാവൽ നിൽക്കാൻ എത്തിയ രാജ ബൈക്ക് എർത്തരാമിൽ വെച്ച ശേഷം ബോട്ടിന് കാവൽ ഇരിക്കുകയായിരുന്നു. രാത്രി ആനയുടെ ബഹളം കേട്ടെങ്കിലും പേടിച്ച് പുറത്തിറങ്ങിയില്ല. രാവിലെ ബൈക്ക് എടുക്കാൻ ചെന്നപ്പോഴാണ് ആന ബൈക്ക് തകർത്തതായി കണ്ടെത്തിയത്. ബൈക്ക് തള്ളിയിട്ട ശേഷം നിലത്തിട്ട് വലിച്ച അവസ്ഥയിലാണ്. രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം പുലർച്ചെ വരെ എർത്തരാമിലുണ്ടായിരുന്നു. ഒരു 9 മണി സമയത്ത് സൗണ്ട് കേട്ട് ഞാൻ സാധാരണ ബൈക്ക് കൊണ്ടുവന്ന് ബൗണ്ടറിയിൽ ഈ ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് ബോട്ടിനകത്ത് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ അതേമാതിരി 6 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് താഴോട്ട് പോയി ഇരുന്നപ്പം ഒരു 8:30 കഴിഞ്ഞ് 9 മണിയായി കാണും സൗണ്ട് കേട്ട് നോക്കിയപ്പം ഒരു 2-3 ആന ഇവിടെ നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കാണാം ബൈക്ക് എടുത്ത് തള്ളി. ഇച്ചിരി ഒരു രാവിലെ ഒരു ആന ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരു 7 മണി വരെ ആന ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 7-8 ആന ഉണ്ടായിരുന്നു ഇവിടെ അന്നേരം രാവിലെ കാണുന്നു. വിനോദസഞ്ചാരികൾ ബോട്ട് യാർഡിലേക്ക് പോകുന്ന വഴിയാണ് ആന എത്തിയത്. സംഭവം അറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തോടെ ബോട്ട് സവാരി കളംകുന്നിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഒപ്പം രാത്രി കാവൽ നിൽക്കുന്ന ജീവനക്കാരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ചുമതല വനംവകുപ്പിന് മേൽ ഉണ്ടാകും. ലൈവ് വാർത്ത തെന്മല. ഹാരിസൺ മലയാളം ലിമിറ്റഡ് കുറവന്താവളം എസ്റ്റേറ്റിൽ തൊഴിലാളി സമരം ശക്തമാകുന്നു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ തൊഴിലാളികൾ സമരത്തിലാണ്. ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ ഇവിടെ സമരം നടത്തിവരുന്നത്. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണുമടച്ചു നടക്കുന്ന മാനേജ്മെന്റ് ഓർത്തോളൂ. വ്യാഴാഴ്ച തൊഴിലാളികളുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സംസാരിച്ചു. തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 500 രൂപ എന്നത് ഏറ്റവും ന്യായമായ ആവശ്യമാണെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ശമ്പള വർധന അനിവാര്യമാണെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. 500 രൂപ എങ്കിലും മിനിമം കൂലി വേണം എന്നുള്ളത് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമല്ല. ഏറ്റവും മിനിമം തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പൊ 300 രൂപ എന്നൊന്നും പറയുന്നത് നമുക്ക് ജീവിതത്തിന് യാതൊരു ഗുണമുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മൊത്തം ഗോയങ്കയുടെ മക്കളെ വളർത്താനല്ലല്ലോ, നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ പിള്ളേരെ വളർത്താനാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. ഗവൺമെന്റ് പറയുന്നത് പോലെ ഇപ്പോ തോട്ടം മേഖല നിലനിൽക്കണ്ടേ എന്ന് ചോദിച്ചാലേ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ ഗോയങ്കയുടെ കമ്പനിയാണ് ഹാരിസൺ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ഉള്ളവർക്കെല്ലാം റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സമരത്തെക്കുറിച്ചൊക്കെ മലയാള മനോരമയൊക്കെ എഴുതുന്ന കണ്ട അവരങ്ങ് കരയുമെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ കാണേണ്ടത് കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയിൽ പ്രധാനപ്പെട്ട ആളുകളാണ് മനോരമ പ്ലാന്റേഷൻ. മലയാള മനോരമ പ്ലാന്റേഷൻകാരുടെയാണ് MRF ടയർ, ഗോയങ്കയുടേതാണ് സിയറ്റ് ടയർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വില 210, 230 നിന്ന് 40 നിന്ന് ഇപ്പം വളരെ കുറഞ്ഞു എന്ന് അവര് പറയുന്നത്. ടയറിന് വില കുറച്ചിട്ടുണ്ടോ? അവര് റബ്ബർ ബാൻഡിന് വില കുറച്ചിട്ടുണ്ടോ? ഗ്ലൗസിന് വില കുറച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ വിൽപ്പനയുള്ള ഏതെങ്കിലും ഒരു റബ്ബർ ഉൽപ്പന്നത്തിന്റെ വില കുറഞ്ഞോ? ഇല്ല. അപ്പൊ ഇവിടെ പിന്നെ അവർക്ക് കുറഞ്ഞാൽ അവർക്ക് എവിടെ കിട്ടും?
റബ്ബർ ഉൽപ്പന്നത്തിൽ കിട്ടും, ലാഭം കിട്ടും. അപ്പൊ ഇവിടെ കുറഞ്ഞാൽ അത് ആര് സഹിക്കണം? തൊഴിലാളി സഹിക്കണം. ഇതെന്തൊരു ന്യായമോ? ലൈവ് വാർത്ത പുനലൂർ. തോട്ടം തൊഴിലാളികളുടെ ടാസ്ക് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമെന്ന് തൊഴിലാളികളും നേതാക്കളും. ഇപ്പോൾ തന്നെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ജോലിഭാരത്താൽ വലയുകയാണ് തൊഴിലാളികൾ. തൊഴിലാളികളുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് നടന്ന PLC ചർച്ചയിലാണ് ടാസ്ക് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം തോട്ടമുടമകൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ തന്നെ ജോലിഭാരത്താൽ വലയുകയാണ് തൊഴിലാളികൾ. പുലർച്ചെ മുതൽ 400 റബ്ബർ മരം ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിക്ക് 320 രൂപയാണ് ശമ്പളം. ഇത് 500 മരമാക്കണം എന്നാണ് തോട്ടമുടമകളുടെ ആവശ്യം. എന്നാൽ 40-50 വയസ്സുള്ള തൊഴിലാളികൾ പോലും 20 കിലോയിലധികം ഭാരമുള്ള ഏണിയും ചുമന്നു വേണം ഓരോ മരത്തിന്റെയും മൂട്ടിലെത്താൻ. തുടർന്ന് ഏണിയിൽ കയറി നിന്ന് വേണം റബ്ബർ ടാപ്പ് ചെയ്യാൻ. ഇത്തരത്തിലാണ് തൊഴിലാളികൾ 400 മരം ദിവസേന വെട്ടുന്നത്. ഇത് 500 ആക്കുക എന്നത് അപ്രായോഗികമാണെന്ന് CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ പറഞ്ഞു. PLC യോഗങ്ങളിൽ തോട്ടം മുതലാളിമാർ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള കാര്യം തൊഴിലാളികളുടെ ടാസ്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞ ഈ സ്ത്രീ തൊഴിലാളി 20 കിലോയ്ക്ക് മുകളിലുള്ള ഒരു വലിയ ഏണിയുമായി വന്ന് ഇപ്പോൾ 400 റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് 320 രൂപ ലഭ്യമാവുന്നത്. ഇത് 500 ആക്കണം, 500 മരങ്ങളാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് പ്ലാന്റേഷൻ മുതലാളിമാർ PLC യോഗത്തിൽ പറയുന്നത്. എന്തുമാത്രം തൊഴിലാളി ദ്രോഹകരമായിട്ടുള്ള ഒരു നിലപാടാണ്, അശാസ്ത്രീയമായ നിലപാടാണ് PLCയിൽ അവരുന്നയിക്കുന്നതെന്നുള്ളതിന്റെ തെളിവാണ് സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും ടാസ്ക് വർധനവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെയാണ് തങ്ങളുടെ ജീവിതമെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നാണ് ജോലി ചെയ്യുന്നതെന്നും തൊഴിലാളികളും പറഞ്ഞു. 6 മണിയായപ്പം കാട്ടി വരണം. ആനയെ പേടിച്ച് ഇവിടെ കാട്ടി വന്ന് ഈ വലിയ ഏണി എടുത്ത് 400 മരം വെട്ടാൻ ഒക്കത്തില്ല. അത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അത് വെട്ടിയാൽ പറ്റുമെന്നും പറഞ്ഞാൽ പ്രശ്നം. അതുപോലെ തന്നെ കാട്ടിലെ ഈ തൈകളൊന്നും എടുത്ത് കളയാതെ കല്ലുംപട്ടയിൽ കൂടെ വലിയ കുന്നത്തൂടെ ഈ വലിയ ഏണിയും പിടിച്ചോണ്ട് നടന്ന് വെട്ടാൻ ഒക്കത്തില്ല. അത് പറഞ്ഞാലും നമുക്ക് കുറ്റമാണ്. അത് പറഞ്ഞാൽ അങ്ങനല്ല, ഇത് നിങ്ങൾ വെട്ടി ഒക്കത്തെന്ന് പറഞ്ഞാൽ നമ്മോട് വഴക്കിടും. എന്നാലും ഞങ്ങൾ വന്ന് അത്രയും വെട്ടി തീരുമ്പോൾ സമയം തോന്നും. പിന്നെ ആഹാരം കഴിക്കാൻ സമയമില്ല. വന്ന് ഇത്രയും ഈ 400 മരം വെട്ടി തീരുമ്പോഴത്തേക്ക് ആഹാരം കഴിക്കാൻ സമയമേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാലും എടുത്ത് പോയിന്റ് കൊണ്ട് കൊടുക്കുമ്പോൾ 12-1 മണിയാകും. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോകും? അത് പറഞ്ഞാൽ അതെല്ലാം വെട്ടിയില്ലെങ്കിൽ മണിക്കൂറാണ്. അങ്ങനെയുണ്ട്. കാടും മുള്ളിന്റെ കാര്യമോ പറഞ്ഞത് കയറി നടന്ന് വെട്ടാൻ ഒക്കത്തില്ല. അത് പോയി സ്ഥലം കാണണമെങ്കിൽ മംഗളാംകുന്ന് ചെന്നാൽ മതി. ഞാൻ ഒത്തിരി പ്രാവശ്യം സാർമാരോട് പറഞ്ഞതാ, സാറേ ഇത് വഴി തെളിയിക്കാതെ നമുക്ക് വെട്ടാനൊക്കത്തില്ല, അതുകൊണ്ട് ഈ വഴി തെളിച്ച് തരണം, ഞങ്ങൾക്ക് കയറി വെട്ടാനൊക്കത്തില്ല. ഈ ഏണിയും പിടിച്ചോണ്ട് എനിക്ക് വെട്ടാനൊക്കത്തേ ഇല്ല. അതും ഒരു വലിയ കൂട. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് എസ്റ്റേറ്റ് തൊഴിലാളിയായ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സാഹചര്യ ജീവിതമാണ്. ക്വാർട്ടേഴ്സ് ആയാലും വെള്ളമായാലും ആശുപത്രി ആയാലും ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായാലും ഞങ്ങളുടെ ജോലി ആയാലും ഇപ്പൊ പറഞ്ഞ് 400 എന്നൊക്കെ പറയുന്നത് 400 തന്നെയല്ല ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ അത് തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യണം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അവർ മണിക്കൂർ ഇടുക, തീർത്തായ ശമ്പളമില്ല. പിന്നെ ഞങ്ങൾ അവിടെ സൂപ്പർവൈസർമാരുമായിട്ടും എല്ലായിട്ടും 400 മരം തന്നെ ഇപ്പം ചെയ്യുന്നതിൻ്റെ അകത്ത് 450 മരമൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ ടാപ്പിംഗ് മെത്തേഡ് യാതൊരു കാരണവശാലും എസ്റ്റേറ്റ് സൂക്ഷിക്കത്തക്ക രീതിയിലല്ല അവരുടെ പോക്ക്. ഈ മഴയത്തും ഈ യാതൊരു പ്രകൃതി ഇത് നോക്കാതെ വെട്ടിച്ചുകൊണ്ട് മരം നശിപ്പിക്കുകയാണ്. എസ്റ്റേറ്റിലെ കളയെടുക്കില്ല, തൊഴിലാളിക്ക് കയറിയിറങ്ങി നടക്കാനൊക്കത്തില്ല. അതായത് ഇവിടെ തന്നെ ഈ ക്വാർട്ടേഴ്സിന് തൊട്ട് ഇവിടെ വരെ ഇപ്പൊ പുലി വരെ ശല്യമുണ്ട്, ആനയുടെ ശല്യം. ഞങ്ങൾക്ക് മനസമാധാനത്തോട്ടൊന്ന് ഇറങ്ങാനോ ഇരിക്കാനോ ഒന്ന് ഉറങ്ങാനോ ഒക്കാത്ത സാഹചര്യം. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞവരൊക്കെ പറഞ്ഞു സായിപ്പന്മാരൊക്കെ എന്ത് ഭേദമായിരുന്നു. അവരൊന്നുമല്ല എങ്കിൽ ഈ തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ടായിരുന്നു. ഇപ്പൊ വന്നതാണ്ട് സഖാവൊക്കെ വന്ന വഴി തന്നെ കണ്ടില്ലേ. ഞങ്ങളൊരു ആപത്തുണ്ടായാലും എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പുറലോകം കാണും. ഇന്നലെ തന്നെ ഞങ്ങൾ പോയിട്ട് വന്നപ്പം ഇടവും മലമായിട്ടൊരു 6-7 ആന. ഈ സാഹചര്യമൊക്കെ അനുസരിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നിങ്ങളിത് മാധ്യമത്തിൽ കൂടെ ലോകത്തെ തന്നെ അറിയിക്കണം. കാരണം വളരെ ദുരന്ത ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. ലൈവ് വാർത്ത പുനലൂർ. ചാലിയക്കര AVT എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 4ാം ദിവസം പിന്നിടുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം ശക്തമാക്കിയിട്ടുള്ളത്.
തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം 500 രൂപയാക്കുക, ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, മെഡിക്കൽ അലവൻസ് ഉയർത്തുക, ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലിയക്കര AVT തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 4ാം ദിവസം പിന്നിട്ടു. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തി എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിൽ കൊടികൾ സ്ഥാപിച്ചു പ്രവർത്തനം തടസ്സപ്പെടുത്തി. പ്രകടനത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അഭിസംബോധന ചെയ്തു. ന്യായമായ അവകാശങ്ങൾക്ക് അനുകൂലം കിട്ടണമെന്ന് വേണ്ടിയിട്ട് മാത്രമാണ് സമരം നടക്കുന്നത്. ഈ സമരത്തിന് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ തോട്ടം തൊഴിലാളികളെ മെഡിക്കൽ ബില്ലുകളും അതുപോലെ ലയങ്ങൾ തൊഴുത്തിന്റെ കൂട്ട് നമ്മൾ പശുവിനെ കെട്ടുന്ന തൊഴുത്തിന്റെ കൂട്ടുള്ള രീതിയാണ് നമ്മൾ ചാലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില മെഡിക്കൽ ബില്ലുകൾ തരാതിരിക്കുക, 1250 രൂപ മെഡിക്കൽ ബില്ല് കൊടുക്കുക. അതുപോലെ ശമ്പളത്തിന് ഒരു തൊഴിലാളി ചെയ്യേണ്ട ഒരു തൊഴിലാളികളുടെ ഒരു ബ്ലോക്കിൽ ഒരാൾക്ക് 2 ബ്ലോക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് അടിമത്തപ്പണി പോലെ ചെയ്യുന്ന ഒരു സംവിധാനം ചാലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് അവസാനിപ്പിക്കണം. തൊഴിലാളി ലയങ്ങൾ വൃത്തിയാക്കി വാസയോഗ്യമാക്കി ഞങ്ങൾക്ക് തരണം. രണ്ടാമത് ഞങ്ങളുടെ കൂലി എന്ന് പറഞ്ഞാൽ 500 രൂപ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഒന്ന് ആസ്പത്രി ചികിത്സ, നല്ല രീതിയിലുള്ള ചികിത്സ ഞങ്ങൾക്ക് ലഭ്യമാകണം. കഴിഞ്ഞ PLC ചർച്ചയിൽ തൊഴിലാളികളുടെ വേതനം ഉയർത്തുന്ന വിഷയത്തിൽ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുമെന്ന് വാർഡ് മെമ്പർമാരായ K. സുരേന്ദ്രൻ, C. ചെല്ലപ്പൻ എന്നിവർ അറിയിച്ചു. ഇവിടെ നിത്യം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർക്ക് മിനിമം 500 രൂപ വെച്ച് ശമ്പളം കൊടുക്കുകയും ഇടക്കാല ആശ്വാസം 2000 രൂപ വെച്ച് കൊടുക്കുവാനും അവര് ഇപ്പോൾ അടിയന്തരമായി സമരത്തിന്റെ ഒരു മുറവിളിയായിട്ട് പോയിരിക്കുകയാണ്. തൊഴിലാളികളുടെ ന്യായമായ സമരത്തോട് മാനേജ്മെന്റ് പുറംതിരിഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് RPL തൊഴിലാളികൾ സമരം ശക്തമാക്കി. RPL ആയിരനല്ലൂർ എസ്റ്റേറ്റ് പടിക്കലാണ് തൊഴിലാളികൾ പന്തൽ കെട്ടി സമരം ആരംഭിച്ചിട്ടുള്ളത്. അടിസ്ഥാന ശമ്പളം 500 രൂപയാക്കുക, ലയങ്ങൾ താമസയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് RPL തൊഴിലാളികൾ സമരം ശക്തമാക്കി. RPLന്റെ ആയിരനല്ലൂർ എസ്റ്റേറ്റ് പടിക്കലാണ് തൊഴിലാളികൾ പന്തൽ കെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടർന്ന സമരം ശക്തമാക്കിയിരിക്കുകയാണ്. CPI മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദിന്റെ അധ്യക്ഷതയിൽ RPL ആയിരനല്ലൂർ മേഖലാ സെക്രട്ടറി അജയൻ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഏതാണ്ട് 1400ഓളം തൊഴിലാളികൾ സ്ഥാപനത്തിന് കുടിവെള്ളത്തിനുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സമരപരിഷ്കരണം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് പല ഘട്ടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റിനോട് ഗവൺമെന്റിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ സമരപരിഷ്കരണം കുറച്ചുകൂടെ മുന്നേ തന്നെ മാനേജ്മെന്റും ഗവൺമെന്റും എല്ലാം മുന്നിലെടുത്ത ഒരു ചർച്ചകൾ ആരംഭിക്കേണ്ടതായി. നമുക്കറിയാം, ഇന്നലെയും അവസാനത്തെ ഒരു PLC യോഗം നമ്മുടെ സംസ്ഥാനത്ത് ചേരുകയുണ്ടായി. ആ PLC യോഗത്തിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് കേരളത്തിലെ തോട്ടം തൊഴിലാളികളും ട്രേഡ് യൂണിയൻ നേതൃത്വവും എല്ലാം തന്നെ വിശ്വസിച്ചതാണ്. ഒരു തൊഴിലാളിക്ക് കുറഞ്ഞത് 500 രൂപയെങ്കിലും ഒരു ദിവസം ശമ്പളം കിട്ടണമെന്ന് മുഴുവൻ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും, റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരസമിതി നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും തമ്മിൽ ചർച്ച. വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ചർച്ചയോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള സ്ഥലത്ത് നിന്നും തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ഇടതുപക്ഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബിൽ ബാബു, VS മണി എന്നിവർ കഴിഞ്ഞ 3 ദിവസങ്ങളായി നിരാഹാരം അനുഷ്ഠിച്ചു വരികയാണ്. തെന്മല പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് വക സ്ഥലത്ത് നിർമ്മിക്കാൻ UDF ഭരണസമിതി തീരുമാനിക്കുകയും കഴിഞ്ഞ 29-ന് പോലീസ് സ്റ്റേഷന്റെ തറക്കല്ലിടാൻ ചെയ്തതിന് പിന്നാലെയാണ് നിരാഹാര സമരവുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നത്. ഇതിനിടെ വ്യാഴാഴ്ച 11 മണിയോടെ LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. സ്റ്റേഷൻ മാറ്റാനുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. എന്നാൽ പഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇല്ലാത്തതിനെ തുടർന്ന് സമരക്കാർ പഞ്ചായത്തിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പോലീസ് എത്തിയാണ് സമരക്കാരെ പുറത്താക്കിയത്. പ്രതിഷേധ സമരത്തിന് ഇടത് നേതാക്കളായ മോഹനൻ മുറുകുന്ന്, ബിജു, സുനിൽകുമാർ, ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരം ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് സമരസമിതി നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും തമ്മിൽ ചർച്ച നടന്നു. ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൈവ് വാർത്ത, തെന്മല. തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് ദുരൂഹമാണെന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം PS സുബാൻ. LDF നേതാക്കൾ നിരാഹാര സമരം നടത്തുന്ന സമരപന്തൽ സന്ദർശിച്ച ശേഷമായിരുന്നു സുബാനിന്റെ പ്രതികരണം. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സമരമാണ്, പോരാട്ടമാണ്. പോലീസ് സ്റ്റേഷൻ വർഷങ്ങളായി നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ പോലീസ് സ്റ്റേഷന് പുതുതായി ഒരു കെട്ടിടം നിർമ്മിക്കണം എന്നുള്ളത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും
പൊതുവായ താല്പര്യവും അഭിപ്രായവുമാണ്. അത്തരമൊരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ MLA അടക്കം പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ച് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും MLAയും നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സമരപന്തൽ സന്ദർശിക്കാൻ സുബാൽ തെന്മലയിലെത്തിയത്. തുടർന്ന് സമരത്തെ അഭിസംബോധന ചെയ്ത് സുബാൽ സംസാരിച്ചു. ലൈവ് വാർത്ത തെന്മല. അതേസമയം പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ LDF നടത്തുന്ന സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ. നിലവിലുള്ള സ്ഥലത്തു നിന്ന് പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിന് കഴിഞ്ഞ ഇടതുമുന്നണിയുടെ കാലത്തുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് തീരുമാനിച്ചതെന്നും ശശിധരൻ വ്യക്തമാക്കി. തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ആരോപിച്ചു. ഇപ്പോൾ തെന്മല ജംഗ്ഷനിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സമരം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കപട രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. 2009 ഇടതുമുന്നണിയുടെ കാലത്ത് അന്ന് പ്രസിഡന്റായിരുന്ന A. ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിന് തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ UDF ഭരണസമിതി ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ശശിധരൻ കുറ്റപ്പെടുത്തി. തെന്മല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തകർച്ചയിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ നിന്നും മാറി അത് മാറ്റി സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തത് 2009 അധികാരത്തിൽ നിന്ന് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. 2009 നവംബർ മാസം 11-ാം തീയതി തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫിന്റെയും വാർഡ് മെമ്പറായിരുന്ന സുരേഷിന്റെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കോമളകുമാറിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി പഞ്ചായത്ത് ഭരണസമിതി തെന്മലയിൽ നിലവിൽ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം മാറ്റി ഡിപ്പോ കോമ്പൗണ്ടിലുള്ള റവന്യൂ വക സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ഐക്യകണ്ഠേനയുള്ള ഈ തീരുമാനം സംസ്ഥാനത്തെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സമർപ്പിച്ചു. അതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ അതിന് ഒരു തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഈ തീരുമാനമെടുത്തുവെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരികയും തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിയുന്നതിന് 35 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തത്. തെന്മലയിലെ ജനങ്ങളെ ശത്രുക്കളെ കാണുന്നത് പോലെയാണ് സ്ഥലം MLAയുടെ പ്രവർത്തനമെന്നും ശശിധരൻ ആരോപിച്ചു. സമൂഹത്തിൽ വിശ്വാസമുള്ള MLAമാരുന്ന പുനലൂരിന്റെ ആ കസേരയിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് K. രാജു ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തെന്മലയിലെ ജനങ്ങളെ വളരെ ശത്രുക്കളായി കാണുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സ്ഥലം വിട്ട് നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിൽക്കാത്തത് അതിന്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടില്ല എന്ന് ഒറ്റ കാരണത്താലാണ്. ഇതുപോലെ തന്നെയാണ് കിഴക്കൻ മലയോര മേഖലയുടെ വളരെ പ്രതീക്ഷയായ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്നുള്ള ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി UIT സെന്റർ ഇവിടെ ആരംഭിച്ചത്. ആ UIT സെന്ററിനെ ഒറ്റക്കലിൽ നിന്ന് ആട്ടിപ്പായിക്കുവാൻ അവിടെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ എല്ലാവിധമായ ശ്രമങ്ങളും CPIയുടെ അവിടുത്തെ ഒറ്റക്കൽ സ്കൂളിലെ PTA മെമ്പർമാരെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് ഏരൂർക്കാരിയായ ഒറ്റക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അന്നത്തെ HM സ്വാധീനിച്ചുകൊണ്ട് MLA നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായി. തെന്മല പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് പണിയുന്നതിന് തനിക്ക് സമ്മതമാണെന്നും നിലവിൽ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലം തർക്കപരിഹാരത്തിന് ശേഷം പോലീസ് ക്വാർട്ടേഴ്സാക്കി മാറ്റണമെന്ന നിർദ്ദേശം 5/11/2014 തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശിച്ച MLA ഇപ്പോൾ എടുക്കുന്ന നിലപാട് അവസരവാദപരമാണെന്നും ശശിധരൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ആഭ്യന്തര വകുപ്പ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ബഹുമാനപ്പെട്ട MLAയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാസവൻ ഉൾപ്പെടെയുള്ള ഞാനും അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വെച്ച് MLA തെന്മലയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അദ്ദേഹം അന്ന് പറഞ്ഞത്
തെന്മലയിൽ പഞ്ചായത്ത് വിട്ടു നൽകിയ പോലീസ് സ്റ്റേഷന് വിട്ടു നൽകിയ സ്ഥലത്തേക്ക് കെട്ടിടം പണിയുന്നതിനുള്ള യാതൊരു വിധമായ തർക്കവും ഇരിക്കില്ല. കാരണം മറ്റൊരു സ്ഥലവും കിട്ടാത്ത സാഹചര്യത്തിൽ അവിടെ തന്നെ നടക്കട്ടെ. പക്ഷെ ഒരു ഡിമാൻഡ് അദ്ദേഹം ആവശ്യപ്പെട്ടത്, നിലവിൽ ഇരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥലം അത് ഗവൺമെന്റ് ഭൂമിയായി ഏറ്റെടുത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി ക്വാർട്ടേഴ്സ് നിർമ്മിക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചു. ഈ 2 നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അതിനൊരു ഉത്തരവിറക്കുകയുണ്ടായി. ആ ഉത്തരവിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് MLAയുടെ നിർദ്ദേശപ്രകാരം നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടവും അതിന്റെ സ്ഥലങ്ങളും ആ കൈവശമുള്ള ഭൂമിയൊന്നും വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും അംഗീകരിച്ച് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട MLAയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആ എഗ്രിമെന്റിൽ ആ ധാരണയിൽ ഒപ്പിടുകയുണ്ടായി. തെന്മലയിലെ UITയെ തകർക്കാൻ ശ്രമിക്കുന്നത് MLA ആണെന്നും തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി തെന്മല കേന്ദ്രീകരിച്ച് ആരംഭിച്ച മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പുല്ലൂർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് പിന്നിൽ MLAയും ചില ഉദ്യോഗസ്ഥരുമാണെന്നും ശശിധരൻ ആരോപിച്ചു. ലൈവ് വാർത്ത തെന്മല. മുസ്ലിം ലീഗ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിലെത്തിയവർക്ക് പത്തനാപുരത്ത് സ്വീകരണം നൽകി. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം മാർക്ക് ജംഗ്ഷനിൽ നടന്ന സ്വീകരണവും പൊതുസമ്മേളനവും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. PDPയും SDPAയും പോലുള്ള സംഘടനകൾ മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്നും കോർപ്പറേറ്റ് ശക്തികളുമായി കൈകോർത്തുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ദുർബലപ്പെടുത്താനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ശ്രമിക്കുന്നതെന്നും KPA മജീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെച്ച് മുസ്ലിം ലീഗിലെത്തിയ ഉസ്മാൻ സാഹിബിനും താന്നിവിള ഷിബുവിനും മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ A യൂനുസ് കുഞ്ഞ് XMLA അധ്യക്ഷത വഹിച്ചു. KNA ഖാദർ MLA മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ, ജില്ലാ ജനറൽ സെക്രട്ടറി M അൻസറുദ്ദീൻ, പുന്നല PS ഷാജഹാൻ, K നൂറുദ്ദീൻ സാഹിബ്, അനസ് പള്ളിമുക്ക്, അഡ്വക്കേറ്റ് റംലത്ത്, PS ഷിഹാബ്, മുബാറക് അലി, മുഹമ്മദ് അലി കുണ്ടയം, അഡ്വക്കേറ്റ് കാരിറ നസീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്വീകരണ സമ്മേളനത്തിനു മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഗണേഷ് കുമാറിന്റെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായതായി മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് മുസ്ലിം ലീഗിലെത്തിയവരെ സ്വാഗതം ചെയ്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബിയിൽ നിന്നും മുസ്ലിം ലീഗിലെത്തിയവരെ സ്വാഗതം ചെയ്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസഭ്യമായ കാരണങ്ങൾ കൊണ്ടാണ് ഗണേശിന്റെ മന്ത്രിസ്ഥാനം പോയതെന്നും നേതാക്കളും അണികളുമെല്ലാം പോയതോടെ ഗണേശിന്റെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. ഈ മുന്നണിയോടും ഈ സംവിധാനത്തോടുമൊക്കെ ഒരു എതിർപ്പ് വന്നു. എതിർപ്പ് എന്താണ് വന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇനി ഒരിക്കലും മന്ത്രിയാകാൻ സാധിക്കില്ല. ഈ മുന്നണിയിൽ മന്ത്രിയാകാൻ സാധിക്കില്ല എന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. ആ സ്ഥിതിവിശേഷം ഉണ്ടായത് മുഴുവൻ വിശദീകരിച്ചാൽ സമയം കൂടുതലെടുക്കും എന്ന് മാത്രമല്ല, അതിൽ ഒരു സഭ്യമായ പല കാര്യങ്ങളും അസഭ്യമായ പല കാര്യങ്ങളും പുറത്തു വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറഞ്ഞു ശീലിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. സ്വന്തം മണ്ഡലത്തിനു വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഗണേഷ് ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തുവെന്നും മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞവരോട് മുസ്ലിം ലീഗ് പൊറുക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ നിയോജക മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് KB ഗണേഷ് കുമാർ വഴിയാണ്. അദ്ദേഹം UDFന്റെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊന്നും ഇന്നേ വരെ കൊടുക്കാതിരുന്നിട്ടില്ല. നോ എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. തുടർന്ന് പത്തനാപുരത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളും മന്ത്രി വിശദീകരിച്ചു. പത്തനാപുരത്തുകാരോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്കും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്കും പത്തനാപുരത്തുകാരോട് സ്നേഹമുള്ളത് കൊണ്ട് ഇനിയും പത്തനാപുരത്ത് വർക്കുകൾ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കാം. കേരള കോൺഗ്രസ് ബിയെ ചില കച്ചവടക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും അതിനാലാണ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നതെന്നും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ലീഗിൽ അംഗത്വം നേടിയ ഉസ്മാൻ സാഹിബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്.
as pure as your love. Punalur, Alapi, Pathanamthitta, Cherthala, Thoppambadi and Good. ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL ട്രേഡേഴ്സ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പറുദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും നിങ്ങളോടൊപ്പം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601 8136853601. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തൊന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിക്കും. കുരിയോട്ടുമലയിൽ സർക്കാർ സൗജന്യമായി അനുവദിച്ചു നൽകിയ 6 ഏക്കർ സ്ഥലത്താണ് കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്.
ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1-നാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട കൊരിയോട്ടുമലയിൽ സർക്കാർ സൗജന്യമായി അനുവദിച്ചു നൽകിയ 6 ഏക്കർ സ്ഥലത്താണ് കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. പുന്നല ശ്രീകുമാർ ചെയർമാനായുള്ള അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റാണ് കോളേജിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റി അനുവദിച്ചു നൽകിയിട്ടുള്ള BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BA എക്കണോമിക്സ്, BCom വിത്ത് കോർപ്പറേഷൻ, BSc മാത്സ് എന്നീ കോഴ്സുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അയ്യങ്കാളിയുടെ 150ാം ജയന്തി വാർഷികത്തോടനുബന്ധിച്ചാണ് KPMSന് സർക്കാർ മേഖലകളിൽ കോളേജ് അനുവദിച്ചു നൽകിയതെന്ന് ട്രസ്റ്റ് ചെയർമാൻ പുന്നല ശ്രീകുമാർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച അയ്യൻകാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജ് 2-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ താത്വിക മുദ്ര നാടിന് സമർപ്പിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അക്ഷര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരടിച്ച അയ്യൻകാളിയുടെ പേരിലുള്ള ഈ സ്ഥാപനം സമർപ്പിക്കുമ്പോൾ കേരളത്തിൽ സ്വയംഭരണ കോളേജുകളും സ്വകാര്യ സർവകലാശാലകളുടെ ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് സമർപ്പിക്കുന്നത്. തീർച്ചയായും ഈ സ്ഥാപനം ജാതി മത വർണ്ണവർഗ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി അറിവും തൊഴിലും സാധ്യമാക്കുന്ന ഒരു മാതൃക സ്ഥാപനം ആയിരിക്കും ഇത്. അധസ്ഥിത വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിനുള്ള ഒരു നാന്ദി കൂടിയായി ഈ സ്ഥാപനം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോളേജ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് KPMSന്റെ സംസ്ഥാനത്തെ ശാഖകളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തിച്ചേരും. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, KN ബാലഗോപാൽ, അഡ്വക്കേറ്റ് K രാജു MLA, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, പിറവന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ് തുടങ്ങിയവർ പങ്കെടുക്കും. പുന്നല ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ വെഞ്ചേമ്പ് സുരേന്ദ്രൻ, സത്യനാഥൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക പോസ്റ്റ് ഓഫീസ് വഴി വീടുകളിൽ എത്തിക്കുക, കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുനലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് സമീപത്ത് അവസാനിച്ചു. അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSKTയുടെ നേതൃത്വത്തിൽ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ പുനലൂർ വില്ലേജ് ഓഫീസ് പരിധിയിൽ നടക്കുന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധർണാ സമരത്തിൽ അണിനിരക്കുവാൻ കേരള കർഷക മുഴുവൻ വരുന്ന കർഷക തൊഴിലാളികളും ധർണാ സമരത്തിൽ അണിനിരക്കുവാൻ തുടർന്ന് ചേർന്ന ധർണ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഏത് സർക്കാർ ഭരിച്ചാലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തുരുതുരാന്നിത് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാലേ വോട്ട് നമുക്കും തോട്ടം മുതലാളിമാർക്കും ഗോയങ്കയ്ക്കും ഡാൽമയ്ക്കും ഒക്കെ ഓരോന്നല്ലേ ഉള്ളൂ. അപ്പൊ വോട്ടിനൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഏത് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് അയച്ചു കൊടുക്കും. ഏത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കി ഇതിന് കുടിശ്ശിക കാണത്തില്ല. പക്ഷെ ഇപ്പോഴും സർക്കാർ അനങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേടാൻ UDFന് വേറൊരു ഐറ്റം കയ്യിലിരിപ്പുണ്ടെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അതെന്താണെന്നറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കളെല്ലാം കൂടെ ഒരുമിച്ച് BJPയുടെ കൂടെ അണിനിരക്കണം. അപ്പൊ ക്രിസ്ത്യാനി മുസ്ലിമും എല്ലാം കൂടെ ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ അണിനിരക്കണം. അങ്ങനെ അണിനിരക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നടക്കും. പിന്നെന്തിനാ പെൻഷൻ കൊടുക്കുന്നത്, പിന്നെന്തിനാ റേഷൻ കൊടുക്കുന്നത്? കാര്യം സാമുദായികമായിട്ട് ആളുകളെ അങ്ങ് ഭിന്നിപ്പിച്ച് നിർത്തിയാൽ മതിയല്ലോ. ഇങ്ങനെ വന്നാലുള്ള പ്രശ്നമാണ് സർക്കാരുകൾക്ക് പാവപ്പെട്ട ആളുകളെ പേടിയില്ല. KSKTU നേതാവ് R രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം A പ്രകാശ് സ്വാഗതം പറഞ്ഞു. KSKTU പുനലൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ, R ലൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുറിയന്തല ജംഗ്ഷനിൽ ആധുനിക സംവിധാനമുള്ള വെയിറ്റിംഗ് ഷെഡ് യാഥാർത്ഥ്യമായി. മൈലക്കൽ ഗുഡ് ഹോപ്പ് റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പുനലൂർ നഗരസഭയിലെ മൈലക്കൽ വാർഡിൽ മുറിയന്തല ജംഗ്ഷനിലാണ് നഗരസഭ ഏറ്റവും വലുതും ആധുനിക സംവിധാനമുള്ളതുമായ വെയിറ്റിംഗ് ഷെഡ് യാഥാർത്ഥ്യമാക്കിയത്. പുനലൂർ വിജയകൃഷ്ണ ജുവലേഴ്സിന്റെ സഹായത്തോടെയാണ് ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ FM-ഉം റേഡിയോ സംവിധാനവും ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ വെച്ച് മൈലക്കൽ ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റ് റോഡിന്റെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ഉദ്ഘാടന സമ്മേളനത്തിന് സംഘാടക സമിതി ചെയർമാൻ V സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. കാത്തിരിപ്പ് കേന്ദ്രം എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ ബസ് കാത്തിരിക്കുക, പിന്നെ ആട്ടോ കാത്തിരിക്കുക, അങ്ങനെ
സുഹൃത്തുക്കളെ കാത്തിരിക്കുക, അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രം. സത്യത്തിൽ ഈ കാത്തിരിപ്പ് കേന്ദ്രം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അതാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുനിസിപ്പൽ പ്രദേശം, നഗരസഭാ പ്രദേശമാണെങ്കിലും ഗ്രാമീണ അന്തരീക്ഷം നിൽക്കുന്ന ഈ മേഖലയിലെ ഒരു വെയിറ്റിംഗ് ഷെഡ് പലതുകൊണ്ടും പ്രത്യേകതയുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ നീളമുള്ള വെയിറ്റിംഗ് ഷെഡ്, എന്താണ് ഉയരം കുറഞ്ഞ വെയിറ്റിംഗ് ഷെഡ്, ഇത് രണ്ടിനേക്കാൾ പ്രധാനം ഈ വെയിറ്റിംഗ് ഷെഡിൽ സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. മൈലക്കൽ ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റ് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ, വിജയകൃഷ്ണ വിജയൻ എന്നിവരെ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, K രാജൻ, സജീവ്, സതീശൻ, രാജേഷ്, പ്രൊഫസർ S കോമളവല്ലി, ഡോക്ടർ അഭിലാഷ്, ജോസ് ജോസഫ്, ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റ് സൂപ്രണ്ട് സാംകുട്ടി ദാനിയൽ, ADS ചെയർപേഴ്സൺ വസന്തകുമാരി, CDS ചെയർപേഴ്സൺ തസ്ലീമ ജേക്കബ്, CDS സെക്രട്ടറി സുമ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ മേഖലയിൽ കാട്ടാനയുടെ സംഹാര താണ്ഡവം. ആര്യങ്കാവിൽ കാട്ടാനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. തെന്മല ഇക്കോട്ടൂർത്തം ബോട്ട് വാച്ചറുടെ ഇരുചക്ര വാഹനം കാട്ടാന തകർത്തു. പുനലൂർ MLAക്കെതിരെ ആഞ്ഞടിച്ച് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ. തെന്മലയിലെ ജനങ്ങളോട് MLAക്ക് ശത്രുതാ മനോഭാവമെന്നും ശശിധരൻ. കേരള കോൺഗ്രസ് BA പരിഹസിച്ച് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. B ഉപ്പുവച്ച കലം പോലെയെന്നും മന്ത്രി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.